നമ്മുടെ മൈൻഡിനെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് പല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ഫോക്കസ് മൈൻഡിനെ നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന മറ്റൊരു മൈൻഡും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിലെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹിതനും ഏറ്റവും വലിയ ശത്രുവും ഈ മനസ്സ് തന്നെയാണെന്ന് പറയുന്നത്. എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്ക് അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് എത്രയൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് നമുക്ക് തോന്നിയാലും നമുക്ക് അതിന് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വിട്ട് അതേ ലെവലിലേക്ക് തന്നെ ഒരു വ്യത്യാസമില്ലാതെ മാറാതെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രധാന കാരണം ഈ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് പ്രവർത്തിക്കണം എന്നുള്ളൊരാഗ്രഹക്കാരാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്രയാണോ വയസ്സ്, ആ വയസ്സിനനുസരിച്ച് അത്രയും വർഷങ്ങളോളം നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനെ നമ്മൾ പൊളിച്ച് വേറൊരു ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ കടത്തണമെങ്കിൽ നിരന്തരമായ പ്രയത്നം നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു പ്രയത്നം എന്ന് പറയുന്നതാണ് ഈ വെള്ളത്തിനെ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള കാരണം. വെള്ളം നിരന്തരം അതിലേക്ക് പ്രഷർ ചെയ്ത് വീഴുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് വ്യത്യാസം വരാത്ത പാറയാണെങ്കിലും ഇതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നിരന്തരമായ ഒരു പ്രയത്നത്തിലൂടെ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഏതു കാര്യം എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ മനസ്സിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നമുക്കത് അനുഭവിച്ചറിയുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത്.